കിഴക്കോത്ത് പന്നൂരിലെ രായൻകണ്ടിമുക്ക് കണ്ടിയിൽ മീത്തൽ റോഡ് യാഥാർത്ഥ്യമായി. സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുന്നിന് മുകളിലൂടെ റോഡ് നിർമ്മിച്ചത്. പന്നൂരിൽ നിന്നും എളത്തിൽ വട്ടോളി നെല്ലാങ്കണ്ടി റോഡിലേക്ക് എളുപ്പത്തിലെത്താവുന്ന റോഡ് തിങ്കളാഴ്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. കിഴക്കോത്ത് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട രായൻകണ്ടിമുക്കിൽ നിന്നും കൊഴപ്പഞ്ചാൽ മീത്തൽ വരെ നേരത്തെ റോഡ് നിർമ്മിച്ചിരുന്നു. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇവ ഘട്ടങ്ങളായി ടാറിങ്ങും കോൺക്രീറ്റും ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. എന്നാൽ കണ്ടിയിൽ മീത്തൽ കോളനി റോഡിലേക്ക് ഈ റോഡ് ബന്ധിപ്പിക്കാനായിരുന്നില്ല. മുൻ MLA കാരാട്ട് റസാഖിന്റെ ശ്രമഫലമായി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് നാട്ടുകാരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊടുവള്ളിയുടെ പ്രിയപ്പെട്ട MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള ഒരു റോഡാണിത്. വളരെ ദുഷ്കരമായൊരു പ്രദേശമായിരുന്നു. വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ റോഡ് വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള ഗുണമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നരിക്കുനിയിൽ നിന്ന് നെല്ലാങ്കണ്ടി ഭാഗത്തൂടെ പരപ്പമ്പുയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഈ റോഡ് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ വലിയ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ റോഡ് വന്നിട്ടുള്ളത്. ഇത് വലിയൊരു അംഗീകാരമായിട്ട് അല്ലെങ്കിൽ ഒരു നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് കൊടുവള്ളിയുടെ MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ് ഈ റോഡിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരികയും വളരെ നന്നായ രൂപത്തിൽ ഇത് പണി പൂർത്തീകരിച്ച് ഇർപ്പോണ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സാണ് ഇത് പണി എടുത്തിട്ടുള്ളത്. കുത്തനെയുള്ള കുന്നിടിച്ച് റോഡ് നിർമ്മിക്കുകയും ഇവിടെ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള ടാറിംഗ് തകർന്ന ഭാഗങ്ങളിൽ റീടാറിങ്ങും നടത്തി. പന്നൂർ ഭാഗത്ത് നിന്ന് എളത്തിൽ വട്ടോളി നെല്ലാങ്കണ്ടി റോഡിലെ നാട്ടിക്കല്ല് ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താനുള്ള ബൈപ്പാസ് റോഡായും ഇത് ഉപയോഗിക്കാം. കൊടുവള്ളി താമരശ്ശേരി ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഈ റോഡ് പ്രയോജനപ്പെടും. റോഡിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷത വഹിക്കും. മുൻ MLA കാരാട്ട് റസാഖ് മുഖ്യ അതിഥിയായിരിക്കും. ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.